പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ നോക്കാത്ത ഒരു വിഭാഗം. അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ ആ വിഭാഗത്തിന്റെ മുഖത്ത് പോലും നോക്കൂലെന്നാണ്. അല്ലാഹു നോക്കേണ്ട ആവശ്യമില്ല, അല്ലാഹു നോക്കാൻ ആഗ്രഹവും ഇല്ലെന്നാണ്. അത് ഏതൊരു ആളുകളാണ്? ഒരു വിഭാഗമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതുപോലെ സഹാബ ലാ യൻദുറുല്ലാഹു യൗമൽ ഖിയാമ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ നോക്കാത്ത ഒരു വിഭാഗമുണ്ട്. സഹാബ ഇലാ മൻ ജറ ഇസാറഹു വ തറാ, അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ നോക്കാത്ത വിഭാഗം ഏതാണെന്നറിയോ? തന്റെ മുന്നിൽ ലക്ഷ്യവരായിരിക്കുന്നതായ സഹാബത്തിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കാണ്, സഹാബ ഇലാ മൻ ജറ ഇസാറഹു വ തറാ, വസ്ത്രത്തെ വലിച്ചിഴിച്ചുകൊണ്ട് നടക്കുക. ഒരു പുരുഷന്റെ ഔറത്ത് എന്താണ്? ആ ഔറത്തിൽ നിന്നും താഴ്ഭാഗത്തിലോട്ട് നീങ്ങിക്കൊണ്ട് അല്ലാഹുവേ പടച്ചവനേ നിര്യാണിയുടെ താഴെ മുണ്ടിനെ വലിച്ചുകൊണ്ട് നടക്കുക. അല്ലെങ്കിൽ പെണ്ണാകട്ടെ അവന്റെ വസ്ത്രമാകട്ടെ അതിനിങ്ങനെ വലിച്ചിഴിച്ചുകൊണ്ട് നടക്കുക. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അങ്ങനെ വലിച്ചിഴിച്ചുകൊണ്ട് നടക്കുന്ന പുരുഷനാരാണോ ആ പുരുഷനിലോട്ട് അല്ലാഹു തആല അവൻ നോക്കുകയില്ല എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നമസ്കരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നന്മയായ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലാഹുവിന്റെ തൃപ്തി ഉണ്ടാകണം, അല്ലാഹുവിന്റെ പൊരുത്തം ഉണ്ടാകണം, അല്ലാഹുവിന്റെ റസൂലിന്റേതായ തൃപ്തി ഉണ്ടാകണം, സഹാബത്തിന്റേതായ തൃപ്തി ഉണ്ടാകണം. എന്നിലാകട്ടെ, നമ്മിലാകട്ടെ, നമ്മുടെ മക്കളിലാകട്ടെ, നമ്മുടെ കുടുംബാദികളിലാകട്ടെ, നമ്മുടെ കുടുംബങ്ങളിലാകട്ടെ അല്ലാഹുവിന്റെ നോട്ടം ഉണ്ടാകണം, അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടാകണം, അല്ലാഹുവിന്റെ തൃപ്തി ഉണ്ടാകണം. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ഖിയാമത്ത് നാളിൽ പോലും അല്ലാഹു തആല നോക്കാത്ത ഒരു വിഭാഗമുണ്ടെങ്കിൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, സഹാബ ഇലാ മൻ ജറ ഇസാറഹു വ തറാ, വസ്ത്രത്തെ ഇങ്ങനെ വലിച്ചിഴിച്ചുകൊണ്ട് നടക്കുക. വസ്ത്രത്തെ ഇങ്ങനെ നിലത്ത് മുട്ടിക്കൊണ്ട് പുരുഷന്റെ വസ്ത്രത്തെ വലിച്ചിഴിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അല്ലാഹു നോക്കുകയില്ലെന്ന് മാത്രമല്ല